ഷാലോം ടെലിവിഷൻ്റെ ഡെയിലി മിറർ എന്നുള്ള ഈ പ്രോഗ്രാമിലേക്ക് മാന്യ പ്രേക്ഷകരെ ഏറ്റവും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ നമ്മളുടെ വിഷയം കർത്താവിൻ്റെ പിന്നാലെ പോകാൻ, കർത്താവിനെ അനുകരിക്കാൻ, കർത്താവിൻ്റെ ശിഷ്യരായിത്തീരാൻ കർത്താവ് നമ്മളുടെ മുമ്പിൽ വയ്ക്കുന്ന ചില വ്യവസ്ഥകളാണ്. ആ വ്യവസ്ഥകൾ നമുക്കറിയാം. വിശുദ്ധ ഗ്രന്ഥത്തിൽ, പുതിയ നിയമത്തിൽ, സുവിശേഷങ്ങൾ ഉടനീളം കാണുന്നതാണ്. അതേക്കുറിച്ച് കർത്താവ് എന്തു പറയുന്നു എന്ന് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം നമുക്ക് വായിക്കാം. ലൂക്കായുടെ സുവിശേഷം 14-ാം അധ്യായം 25 മുതലുള്ള വാക്യങ്ങളാണ്, 27 ഉൾപ്പെടെയുള്ള വാക്യങ്ങൾ. വലിയ ജനക്കൂട്ടങ്ങൾ അവൻ്റെ അടുത്ത് വന്നു. അവൻ തിരിഞ്ഞ് അവരോട് പറഞ്ഞു, സ്വന്തം പിതാവിനെയും മാതാവിനെയും ഭാര്യയെയും മക്കളെയും സഹോദരന്മാരെയും സഹോദരിമാരെയും എന്നല്ല സ്വജീവനെ തന്നെയും വെറുക്കാതെ എൻ്റെ അടുത്ത് വരുന്ന ആർക്കും എൻ്റെ ശിഷ്യനായിരിക്കുവാൻ സാധിക്കുകയില്ല. സ്വന്തം കുരിശ് വഹിക്കാതെ എൻ്റെ പിന്നാലെ വരുന്നവന് എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയില്ല. കർത്താവിനെ അനുകരിക്കണമെങ്കിൽ, അനുഗമിക്കണമെങ്കിൽ എല്ലാം ഉപേക്ഷിക്കണം എന്നൊരു സന്ദേശമാണ്, അല്ലെ ആ വ്യവസ്ഥയാണ് കർത്താവ് വയ്ക്കുന്നത്. ഉപേക്ഷിക്കുക, വെറുക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഇതെല്ലാം നമ്മൾ വേണ്ട എന്ന് വെക്കുന്നതല്ല അർത്ഥം. അതിലെല്ലാം ഉപരിയായി പ്രാധാന്യത്തിൻ്റെ ശ്രേണിയിൽ, മുൻഗണനാക്രമത്തിൽ യേശുവിനായിരിക്കണം, യേശുവിൻ്റെ രാജ്യത്തിനായിരിക്കണം, അവിടുത്തെ പ്രബോധനങ്ങൾക്കും നിയമങ്ങൾക്കുമായിരിക്കണം പ്രാമുഖ്യവും പ്രഥമസ്ഥാനവും കൊടുക്കേണ്ടത്. ഇതാണ് അവിടുന്ന് പറയുന്നത്. എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവർ മാതാപിതാക്കളെ വെറുക്കണം. നമുക്കറിയാം, ഇതെല്ലാം ഭാഷയുടെ പ്രത്യേകതകളാണ്. മാതാപിതാക്കളെ വെറുക്കുക എന്ന് പറഞ്ഞാൽ ശരിയല്ല. വെറുപ്പ് അതിൽ തന്നെ തിന്മയാണ്, പാപമാണ്. അപ്പോൾ വെറുക്കുക എന്നല്ല കർത്താവ് പറയുന്നത്. കർത്താവിനായിരിക്കണം പ്രഥമസ്ഥാനം. അത് കഴിഞ്ഞിട്ടേ ബാക്കി എല്ലാവരും വരാവുള്ളൂ. കർത്താവിനെയും ഈ പറയുന്ന എല്ലാവരെയും രണ്ടു വശത്തുമായി നിർത്തുകയാണെങ്കിൽ ആരെ തിരഞ്ഞെടുക്കും എന്ന് ചോദിച്ചാൽ കർത്താവിനെ തിരഞ്ഞെടുക്കും എന്ന് പറയുക. ഇവരുടെ താല്പര്യങ്ങളാണോ കർത്താവിൻ്റെ താല്പര്യങ്ങളാണോ നടപ്പാക്കുന്നതെന്ന് ചോദിച്ചാൽ കർത്താവിൻ്റെ താല്പര്യങ്ങളാണ് നടപ്പാക്കുക എന്ന് പറയാൻ ധൈര്യം കാണിക്കുക. അതാണ് കർത്താവ് പറയുന്നത്. ഇവരെല്ലാം വെറുക്കണമെന്ന് പറയുമ്പോൾ അർത്ഥമാക്കുന്നത്. അങ്ങനെയല്ലാത്തവർക്ക് എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയില്ല. കഴിയില്ലാത്തതുകൊണ്ട് ഇട്ടിട്ട് പോയ ശിഷ്യന്മാരെക്കുറിച്ച്, അല്ലെങ്കിൽ കർത്താവിൻ്റെ കൂടെ നടന്നവരെക്കുറിച്ച് യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് കർത്താവ് ആരെയും നിർബന്ധിക്കുകയില്ല. പക്ഷെ നമ്മൾ കർത്താവിൻ്റെ ശിഷ്യരാണ് എന്ന് അവകാശപ്പെടുന്നുണ്ടെങ്കിൽ ഇത് ചെയ്തേ മതിയാകും. വിശുദ്ധ മദർ തെരേസായുടെ ആ വിശുദ്ധ എന്നുള്ള നാമകരണ ചടങ്ങ് ഈ അടുത്ത ദിവസം നടന്നതേയുള്ളൂ. നമ്മൾ ഒരു നല്ല ശതമാനം പേരും ടെലിവിഷനിലൂടെയൊക്കെ ആ ചടങ്ങുകൾ റോമിൽ നടന്നത് കണ്ടു കാണും. വിശുദ്ധ പത്രോസിൻ്റെ ബസിലിക്കായുടെ അങ്കണത്തിൽ വെച്ച് അനേക ലക്ഷം ആളുകളെ സാക്ഷ്യം നിർത്തി പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ മദർ തെരേസയെ വിശുദ്ധയെന്ന് നാമകരണം ചെയ്തു. നമ്മളാരും അമ്മയെ വിശുദ്ധയാക്കുകയല്ല. അമ്മ അങ്ങനെ തന്നെയായിരുന്നു, ജീവിക്കുന്ന വിശുദ്ധയായിരുന്നു. പക്ഷേ ആ അമ്മ അങ്ങനെ ആയിരുന്നുവെന്ന് നടത്തിയ അന്വേഷണങ്ങളുടെ ഫലമായിട്ട് പരിശുദ്ധ പിതാവ് പ്രഖ്യാപിക്കുക മാത്രമാണ് ചെയ്യുന്നത്. അതുവരെയും അമ്മ വിശുദ്ധയായിരുന്നു, പക്ഷേ പരസ്യമായിട്ട് ക്രൈസ്തവമായ അർത്ഥത്തിൽ വണക്കത്തിന് നമുക്ക് സാധ്യമല്ലായിരുന്നു. അതേ സമയത്ത് ഇനി മുതൽ അമ്മ അങ്ങനെയാണ് എന്ന് ഔദ്യോഗികമായി പ്രഖ്യാപനം ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അമ്മ ഇനി പരസ്യ വണക്കത്തിന് യോഗ്യയാണ് എന്ന് പറയുന്നു. പക്ഷേ നമ്മളിതിങ്ങനെ വിശുദ്ധ എന്നൊക്കെ പറയുമ്പോൾ യഥാർത്ഥത്തിൽ അവർ
ഈ അമ്മ 100% പൂർണ്ണയായിരുന്നു, പാപമില്ലാത്തവളായിരുന്നു എന്നർത്ഥമാക്കുന്നുണ്ടോ? ഒരിക്കലുമില്ല. വിശുദ്ധരെക്കുറിച്ച് പറയുമ്പോൾ നമ്മളാരും അങ്ങനെ ചിന്തിക്കരുത്. അവരെല്ലാം നമ്മളെപ്പോലെ തന്നെ ഒരു മാതാപിതാക്കളും ജനിച്ച് ഈ ലോകത്തിൽ വളർന്ന് വലുതായി ശുശ്രൂഷ ചെയ്ത് മരിച്ചവരാണ്. അവരെ നമ്മൾ അമാനുഷികരായി കണക്കാക്കരുത്. മാനുഷികരായിരുന്നു കൊണ്ട്, മനുഷ്യരായിരുന്നു കൊണ്ട് അസാധാരണമാം വിധം തങ്ങളുടെ വിശ്വാസം ജീവിച്ചവരാണ് അവർ. എല്ലാം ഉപേക്ഷിച്ച മദർ തെരേസ. നമുക്കറിയാം, മദർ തെരേസ ജനിച്ചത് യൂറോപ്യൻ കോണ്ടിനെൻറ്റിലുള്ള ഭൂഖണ്ഡത്തിലുള്ള അൽബേനിയ രാജ്യത്താണ്. അവിടെ നിന്ന് അയർലൻഡിലുള്ള ഒരു മഠത്തിൽ ചേർന്നു. അവിടെ നിന്ന് ഇന്ത്യയിലെ ഡാർജിലിംഗ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് അയക്കപ്പെട്ടു. ഈ അമ്മ പിന്നെ പിന്തിരിഞ്ഞ് നോക്കിയിട്ടില്ല. അതിനുശേഷം ചേർന്ന സന്യാസ സമൂഹത്തിൻ്റെ മതിൽക്കെട്ടുകൾക്കുള്ളിൽ നിന്ന് പുറത്തു കടന്ന് മറ്റൊരു ശുശ്രൂഷാരംഗത്തേക്ക് അമ്മ പ്രവേശിക്കുകയാണ്. മറ്റൊരു തരത്തിലുള്ള സമർപ്പിത ജീവിതത്തിലേക്ക് അമ്മ പ്രവേശിക്കുകയാണ്. അവിടെയാണ് ഈ മിഷണറീസ് ഓഫ് ചാരിറ്റി എന്ന് പറയുന്ന ആ സമൂഹം ഉടലെടുക്കുന്നത്. ഇവിടെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇന്ന് ഈ സമൂഹത്തിൽ ആയിരക്കണക്കിന് സഹോദരിമാരും സഹോദരന്മാരും അംഗങ്ങളായിട്ടുണ്ട്. ഏതെല്ലാം രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ് ഇതിൽ അംഗങ്ങളായിട്ടുള്ളത്. ഇത്രയും ആയിരങ്ങളെ ഈ കൃശഗാത്രയായ ഒരമ്മയ്ക്ക് എങ്ങനെ ആകർഷിക്കാൻ കഴിഞ്ഞു? സന്യസ്ത സമൂഹങ്ങൾ പ്രത്യേകിച്ച് ഇന്ന് ആത്മശോധന ചെയ്യേണ്ട ഒരു കാര്യമാണ് ഇക്കാര്യം. വൊക്കേഷൻ പ്രൊമോഷൻ അല്ലെങ്കിൽ ദൈവവിളി പ്രോത്സാഹനം എന്ന ആ ഒരു പേരിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ മദർ തെരേസ അങ്ങനെ ഒരു കാര്യം ഒരിക്കലും ചെയ്തിട്ടില്ല. ഇന്നും അവരത് ചെയ്യുന്നുമില്ല, ആ സന്യാസ സമൂഹം. എന്നിട്ടും എന്തേ ആയിരങ്ങൾ അതിൽ അംഗങ്ങളായി ചേർന്നു. അവരുടെ ജീവിതശൈലി, ഞാൻ പലപ്പോഴും അവരുടെ കോൺവെൻറ്റുകൾ പല സ്ഥലത്തായിട്ട് പോയിട്ടുണ്ട്. മദർ തെരേസയും പല സ്ഥലത്തായി കണ്ടിട്ടുണ്ട്. ചുരുങ്ങിയ സന്ദർഭങ്ങളിൽ സംസാരിച്ചിട്ടുമുണ്ട്. ഇവിടെയെല്ലാം ഇവരുടെ കൈവശം എന്താണുള്ളത്? ആകെയുള്ളത് ഒരു സഞ്ചി. ആ സഞ്ചിയിൽ 2 സാരി, അത്യാവശ്യം ടോയ്ലറ്റ് സാധനങ്ങൾ, ഇത്രയൊക്കെ അവർക്കുള്ളൂ. എന്നിട്ടും ഇത്തരത്തിലുള്ള വളരെ ലളിതമായ ഒരു ജീവിതത്തിലേക്ക് അനേകായിരങ്ങൾ ആകർഷിക്കപ്പെടുന്നു. ഇവിടെയാണ് നമ്മൾ കർത്താവിൻ്റെ ഒരു വചനം ഓർക്കേണ്ടത്. ഞാൻ ഉയർത്തപ്പെടുമ്പോൾ അനേകർ എന്നിലേക്ക് ആകർഷിക്കപ്പെടും, സകലരെയും ഞാൻ എന്നിലേക്ക് ആകർഷിക്കും. കർത്താവ് ജീവിച്ചിരുന്നപ്പോൾ, ഒരു മനുഷ്യനായി ജീവിച്ചിരുന്നപ്പോൾ അധികം പേരെയൊന്നും ആകർഷിക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ അവിടുത്തെ ആ കുരിശുമരണത്തിനും ഉത്ഥാനത്തിനും ശേഷം എത്രയോ കോടിക്കണക്കിന് ജനങ്ങളാണ് അവിടത്തിലേക്ക് ആകർഷിക്കപ്പെട്ടത്. എന്തുകൊണ്ടാണ് അവർ ആകർഷിക്കപ്പെട്ടത്? അവിടെയാണ് നമ്മൾ ഈ ക്രിസ്തു വിശ്വാസത്തിൻ്റെ പ്രത്യേകത കണ്ടെത്തേണ്ടത്. യഥാർത്ഥത്തിലുള്ള ക്രിസ്തു വിശ്വാസം ജീവിക്കുന്നിടത്തേക്ക് ആളുകൾ തനിയെ വന്നുകൊള്ളും, ആകർഷിക്കപ്പെട്ടുകൊള്ളും. എത്രയോ പേരാണ് എല്ലാം ഉപേക്ഷിച്ച്, തങ്ങളുടെ നാടും വീടും സുഖസൗകര്യങ്ങളും സ്വത്തും എല്ലാം ഉപേക്ഷിച്ച് മദർ തെരേസയുടെ സന്യാസ സമൂഹത്തിൽ അംഗങ്ങളായി ചേർന്ന് എത്രയോ രാജ്യങ്ങളിൽ ശുശ്രൂഷ ചെയ്യുന്നു. നമുക്കറിയാം, യമനിൽ കൊല്ലപ്പെട്ട ആ സഹോദരിമാർ, അതുപോലെ തന്നെ തട്ടിക്കൊണ്ടുപോകപ്പെട്ട ഫാദർ ടോം ഉഴുന്നാൽ, ഇവിടെയൊക്കെ കാര്യം എടുത്തു നോക്കുക. അവർക്ക് നേരത്തെ തന്നെ മുന്നറിയിപ്പ് കൊടുത്തിരുന്നതാണ് ഇങ്ങനെയൊക്കെ ഉണ്ടാകാമെന്ന്. പക്ഷെ അവരവിടെ നിന്നു. അതിൻ്റെ കാരണം എന്താണ്? അത് കേവലം ഒരു ശ്രദ്ധയില്ലായ്മയല്ല, അതിലുപരിയായിട്ട് ഞാൻ എൻ്റെ ജീവിതത്തെ തന്നെയും എൻ്റെ സഹോദരർക്ക് വേണ്ടി ഉപേക്ഷിക്കാൻ ഞാൻ തയ്യാറാണ്. സ്വന്തം ജീവൻ പോലും കൂട്ടുകാരന് വേണ്ടി, സ്നേഹിതന് വേണ്ടി ബലി കഴിക്കുന്നതിലും വലിയ സ്നേഹമില്ല എന്ന് പറഞ്ഞ കർത്താവിൻ്റെ ശിഷ്യരാകണമെങ്കിൽ അങ്ങനെയൊക്കെ വേണം എന്ന് അവർ വിശ്വസിച്ചത് കൊണ്ടാണ്. അപ്പോൾ നമ്മളൊരു കാര്യം ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ, നമുക്കൊരു കാര്യം ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ ആ ബോധ്യപ്പെട്ട കാര്യത്തിന് വേണ്ടി ഇറങ്ങിപ്പുറപ്പെടും. മറ്റൊന്നും നമുക്ക് പ്രശ്നമായിരിക്കുകയില്ല.
ധൂർത്തപുത്രൻ്റെ കഥയെടുത്ത് നോക്കുക. ധൂർത്തപുത്രൻ്റെ ഉപമയിൽ എന്താ സംഭവിച്ചത്? പിതാവിനോട് കൂടിയായിരുന്നപ്പോൾ അവനെല്ലാം ഉണ്ടായിരുന്നു വാസ്തവത്തിൽ. പക്ഷേ അവൻ വിചാരിച്ചു, ഇവിടെ എനിക്ക് സ്വാതന്ത്ര്യമില്ല, ഇവിടെ എനിക്ക് സന്തോഷമില്ല. അതുകൊണ്ട് അവൻ എന്ത് ചെയ്തു? അവൻ ആ സ്വത്തെല്ലാം വാങ്ങി, പിതാവിൻ്റെ പങ്ക് വാങ്ങി അവൻ പോവുകയാണ്. പോയിട്ട് അവൻ ആ സ്വത്തെല്ലാം ധൂർത്തടിച്ച് ജീവിച്ചു. അന്ന് അവൻ ഒരുപാട് കൂട്ടുകാരുണ്ടായിരുന്നു. അവനങ്ങനെ സുഖസൗകര്യങ്ങൾ മുഴുകി ജീവിക്കുകയാണ്. ക്രമേണ അവനീ പണം ഉൽപ്പാദിപ്പിക്കുന്നില്ലല്ലോ, അവൻ്റെ കയ്യിലെ പണം തീരുകയാണ്. തീരുന്നതോടുകൂടി സാവധാനം കൂട്ടുകാർ, സ്നേഹിതർ എന്ന് പറഞ്ഞിരുന്നവർ അവനെ വിട്ടുപോവുകയാണ്. അവസാനം അവൻ ഒറ്റയ്ക്കായിട്ട് എന്ത് ചെയ്യണം? ഭക്ഷണം കഴിക്കാൻ പണമില്ല. കൂട്ടുകാരെന്ന് പറഞ്ഞവർ തിരിഞ്ഞു നോക്കുന്നില്ല. അങ്ങനെ അവൻ ആ രാജ്യത്തെ ഒരു ധനാഢ്യൻ്റെ പന്നികളെ മേയ്ക്കാൻ നിയോഗിക്കപ്പെടുകയാണ്. അവിടെ ചെന്നപ്പോഴാണ് അവന് സുബോധമുണ്ടാകുന്നത്. ആ സുബോധമുണ്ടായി എന്ന് പറഞ്ഞിട്ട് കർത്താവ് പറയുകയാണ്, ഉപമയുടെ കാര്യത്തിൽ അവൻ പറയുകയാണ്, ആത്മഗതം ചെയ്യുകയാണ്. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ എത്രയോ ദാസന്മാർ സുഭിക്ഷമായിട്ട് ഭക്ഷണം കഴിച്ച് ജീവിക്കുന്നു, ഞാനോ ഇവിടെ പട്ടിണി കൊണ്ട് വലയുന്നു. ഞാൻ തിരികെ പോകും. എൻ്റെ പിതാവിൻ്റെ അടുത്ത് എന്ന് ഞാൻ കാൽക്കൽ വീണ് മാപ്പപേക്ഷിക്കും. എന്നിട്ട് പറയും, പിതാവേ, നിനക്കെതിരായും സ്വർഗത്തിനെതിരായും ഞാൻ പാപം ചെയ്തു. ഇനിമേൽ നിൻ്റെ മകനെന്ന് വിളിക്കപ്പെടാൻ ഞാൻ യോഗ്യനല്ല. നിൻ്റെ സേവകരിൽ പണിക്കാരിൽ ഒരാളായിട്ട് എന്നെ കൂട്ടിയാൽ മതി, എനിക്ക് വേറെ ഒന്നും വേണ്ട. ആ പണിക്കാരിൽ ഒരാളായിട്ട് ഇവിടെ കഴിയുന്നത് എനിക്ക് വലിയ സന്തോഷമാണ്. എന്നെ ശ്രവിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ഓർത്ത് നോക്കുക, എത്ര പെട്ടെന്നാണ് ധൂർത്തപുത്രൻ്റെ സന്തോഷത്തിൻ്റെ മാനദണ്ഡം മാറുന്നതെന്ന്. പുത്രനായിരുന്നവന്, എല്ലാം ഉണ്ടായിരുന്നവന്, സകല സ്വാതന്ത്ര്യമുണ്ടായിരുന്നവന് സന്തോഷമില്ലായിരുന്നു എന്ന് തോന്നുന്ന അവസ്ഥയിൽ നിന്ന് ഒന്നുമില്ലാത്ത അവസ്ഥയിൽ അവൻ വേറൊരു തലത്തിലേക്ക് വരികയാണ്. ഇനി എനിക്ക് ഒന്നുമില്ലെങ്കിലും എനിക്ക് സന്തോഷത്തോടെ കഴിയാൻ കഴിയും. അപ്പോൾ ഈ ഭൗതിക വസ്തുക്കളെയെല്ലാം അവൻ വിട്ടുപേക്ഷിച്ച് കഴിഞ്ഞപ്പോൾ അവന് മനസ്സിലായി യഥാർത്ഥ സന്തോഷം എവിടെയാണ് എന്നുള്ളത്. ഇതുതന്നെയാണ് നമ്മുടെ മദർ തെരേസയുടെ ഒക്കെ കാര്യത്തിൽ സംഭവിക്കുന്നത്, അവരുടെ സന്യാസ സമൂഹത്തിലുള്ളവരുടെ കാര്യത്തിൽ സംഭവിക്കുന്നത്. യഥാർത്ഥ സന്തോഷം എവിടെയാണ് എന്ന് കണ്ടെത്തിക്കഴിഞ്ഞാൽ പിന്നെ തിരികെ പോകാനായിട്ടൊരു വിഷമവുമില്ല, പിന്നീട് അതിൽ മുഴുകാനായിട്ടൊരു വിഷമവുമില്ല, എല്ലാ കാര്യങ്ങളെയും ഉപേക്ഷിക്കാനായിട്ടൊരു യാതൊരു വിഷമവും ഉണ്ടാവില്ല. മദർ തെരേസായുടെ കോൺഗ്രിഗേഷനിൽ, ആ സന്യാസ സമൂഹത്തിൽ അവരുടെ സഹോദരിമാർ, ഞാൻ വിചാരിക്കുന്നില്ല അവരെ ആരെങ്കിലും, ഈ മദർ തെരേസ അടക്കം ആരെങ്കിലും ചെന്ന് ഓരോ ദിവസവും പ്രോത്സാഹിപ്പിച്ചിരുന്നുവെന്ന്. അതിനൊന്നും സാധ്യമല്ല. അവർക്ക് യാതൊരു പ്രോത്സാഹനം ആവശ്യമില്ല, അവർക്ക് യാതൊരു തരത്തിലുള്ള മറ്റു ചിന്തകളില്ല. ഞങ്ങൾ വന്നിരിക്കുന്നത് ബോധ്യത്തോടു കൂടിയാണ്. ഞങ്ങൾ വന്നിരിക്കുന്നത് ഈ മദർ തെരേസയുടെ കൂടെ ചേർന്ന് ആരോരുമില്ലാത്തവരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. കാനയിൽ കിടക്കുന്നവന് എന്ത് പ്രോത്സാഹനം ആരാണ് കൊടുക്കുക? അങ്ങനെയെങ്കിൽ പിന്നെ അതിലൊക്കെ എത്രയോ നന്നായിട്ട് ജീവിക്കുന്ന ഞങ്ങൾക്ക് അതിൻ്റെ ആവശ്യം എന്താണ്? നമ്മളിന്ന് സെമിനാരിയിലും മറ്റ് സന്യാസ പരിശീലന കേന്ദ്രങ്ങളുമൊക്കെ മനഃശാസ്ത്രത്തിൻ്റെ ഫലങ്ങളൊക്കെ പ്രയോഗിക്കാൻ ശ്രമിക്കും, നല്ലത് തന്നെയാണ്. അതേ സമയത്ത് കേവലമായൊരു ഭൗതികമായ ഒരു സെക്കുലർ ആയിട്ടുള്ള ഒരു മനോഭാവത്തോടു കൂടി സന്യാസ വൈദിക പരിശീലനത്തെ സമീപിച്ച് കഴിയുമ്പോൾ ആകെ തെറ്റിപ്പോകും. നമ്മളവിടെ നിരന്തരമായിട്ട് പ്രോത്സാഹനം കൊടുത്തുകൊണ്ടിരുന്നാൽ ഒരു കാര്യവുമില്ല. പ്രോത്സാഹനം ഇല്ലാതാകുമ്പോൾ അവരുടെ പ്രവർത്തനങ്ങൾ നിലയ്ക്കും. നേരെ മറിച്ച് എങ്ങനെയാണ്, ഏത് തരത്തിലുള്ള മനോഭാവത്തോടു കൂടിയാണ് അവിടെ അവർ ശുശ്രൂഷ ചെയ്യേണ്ടത്? ഞാനിതെല്ലാം കർത്താവിന് വേണ്ടി ചെയ്യുന്നു. മദർ തെരേസയോട് ഒരിക്കൽ ഒരു വ്യക്തി ചോദിച്ചു, മദറെ, എനിക്ക് മദർ ചെയ്യുന്ന ജോലി എത്ര കോടികൾ തന്നാലും ചെയ്യാൻ പറ്റില്ല. മദറും പറഞ്ഞത് ശരിയാണ്, എത്ര കോടികൾ തന്നാലും എനിക്കും അത് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഞാൻ ഈ ശുശ്രൂഷിക്കുന്ന ഓരോ വ്യക്തിയുടെയും മുഖത്ത് ക്രിസ്തുവിനെ കാണുന്നു, അതുകൊണ്ടാണ് എനിക്കിത് ചെയ്യാൻ കഴിയുന്നത്. അപ്പോൾ നമുക്ക് ക്രിസ്തുവിനെ കാണാൻ കഴിഞ്ഞാൽ പിന്നെ എല്ലാം സാധ്യമാകും. പൊട്ടിയൊലിക്കുന്ന പുഴുവരിക്കുന്ന വ്രണങ്ങളുമായിട്ട് റോഡരികിൽ കിടക്കുന്നവർ,
കാനയിൽ കിടക്കുന്നവർ, മരണാസന്നരായി കിടക്കുന്നവർ, അവരെയൊക്കെ ശുശ്രൂഷിക്കണമെങ്കിൽ കോടികൾ കിട്ടിയതുണ്ടായില്ല. ആ കോടികളില്ലാത്തവരല്ല, അല്ലെങ്കിൽ കിട്ടാൻ സാധ്യതയില്ലാത്തവരല്ലല്ലോ ഈ മദറിൻ്റെ പിന്നാലെ പോയവരെല്ലാവരും അല്ല. അവർ കുറേ പേരെങ്കിലും ഇതിലും കോടികൾ കിട്ടാൻ സാധ്യതയുള്ളവർ തന്നെയാണ്. എന്നിട്ടും അവർ അതെല്ലാം ഉപേക്ഷിച്ച് പോയെങ്കിൽ അതീ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ക്രിസ്തുവിൻ്റെ മുഖം അവരുടെ മുഖത്ത് കാണാൻ കഴിയുന്നു. ഇതൊരു ബോധ്യമാണ്, ഒരു വിശ്വാസമാണ്. ആ വിശ്വാസവും ബോധ്യവുമൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് സാധിക്കും. പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പ മദർ തെരേസയുടെ ആ നാമകരണ ചടങ്ങിൽ ചെയ്ത സുവിശേഷ പ്രഘോഷണത്തിലേക്ക് പറഞ്ഞ കാര്യം ഇതാണ്: നമുക്ക് അപാരമായൊരു ധൈര്യവും നമ്മുടെ വിശ്വാസത്തിലൊരു മൗലികതയുണ്ടെങ്കിലേ ഇതൊക്കെ സാധിക്കുകയുള്ളൂ. മൗലികത എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? മൗലികത എന്ന് പറഞ്ഞാൽ നമ്മൾ ഫണ്ടമെൻ്റലിസം എന്നൊക്കെ പറയും, ഏതാണ്ട് അത് തന്നെയാണത്. അതായത് ഇത്തരത്തിലുള്ളൊരു ഫണ്ടമെൻ്റലിസം ഉള്ളവർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. അതാണ് കർത്താവ് പറയുന്നത്, അപ്പനെയും അമ്മയും ഭാര്യയും മക്കളെയും സ്വത്തുക്കളെയും കന്നുകാലികളെയും എല്ലാം വെറുക്കുക എന്ന് പറയുന്നത്. അതൊരു ഫണ്ടമെൻ്റലിസമാണ്. പക്ഷേ അവിടെ ഇങ്ങനെ നടക്കുകയുള്ളൂ. ക്രിസ്തുവിൻ്റെ പിന്നാലെ പോകുന്നവർക്ക് കർത്താവ് അവിടുന്ന് വെക്കുന്ന കണ്ടീഷൻ ഇതാണ്, വ്യവസ്ഥ ഇതാണ്. ഇത്തരത്തിലുള്ള ഒരു ഫണ്ടമെൻ്റലിസം ഉള്ളവർക്കേ സാധിക്കുകയുള്ളൂ. എൻ്റെ പിന്നാലെ വരുന്നവർ സ്വയം പരിത്യജിക്കണം, കുരിശെടുക്കണം, എന്നിട്ട് എൻ്റെ പിന്നാലെ വരണം. ഇത് വൈദികർക്ക് സന്യാസികർക്കുള്ള കാര്യം മാത്രമല്ല ഈ പറയുന്നത്, സകലർക്കുമുള്ളതാണ്. കുടുംബ ജീവിതത്തിൽ ഇത് സംഭവിക്കണം. ഭാര്യയും ഭർത്താവും എല്ലാം ഇപ്രകാരമുള്ളൊരു ചിന്തയോടുകൂടി പരസ്പരം പെരുമാറുമ്പോഴേ അവിടെ ക്രൈസ്തവമായ ദാമ്പത്യം ഉണ്ടാവുകയുള്ളൂ. രണ്ടുപേരും അവരവരുടെ സ്ഥാനത്ത് നിന്ന് ഞാൻ പറഞ്ഞതാണ് ശരി, ഞാൻ പിടിച്ചതാണ് ശരിയായ മുയൽ എന്നുള്ള ചിന്തയോടുകൂടി നിന്ന് കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ വഷളാവുകയുള്ളൂ. ഈ ക്രിസ്തു പ്രബോധനം അവിടെ ഈ രീതിയിൽ പ്രാവർത്തികമാക്കപ്പെടണം. ഇത് ഏതൊരു തലത്തിലും, വീട്ടിൽ മാത്രമല്ല, ഇടവകയിലാകാം, രൂപതയിലാകാം, ജോലിസ്ഥലത്താകാം, സ്കൂളിലാകാം, എവിടെയും ഇതെല്ലാം ബാധകമാണ്. അപ്പോൾ ഈ മദർ തെരേസ ഇന്ന് നമുക്ക് തരുന്ന വലിയ പാഠം ഇതാണ്, എല്ലാം ഉപേക്ഷിക്കാനുള്ള പാഠം. നമ്മളിന്ന് പലപ്പോഴും ചിന്തിക്കുന്നത് എങ്ങനെയാണ്? വിശുദ്ധരായി കഴിഞ്ഞാൽ ഉടനെ തന്നെ അവരുടെ മാധ്യസ്ഥ പ്രാർത്ഥനകളാണ് നമ്മൾ കൂടുതലായിട്ട് ഉരുവിടുന്നത്. പക്ഷെ ഒരു കാര്യം മറന്നു പോകുന്നു, സഭ വിശുദ്ധരെ ഉയർത്തിക്കാട്ടുന്നതിൻ്റെ കാരണം അവരുടെ മാധ്യസ്ഥം അപേക്ഷിക്കുക എന്നുള്ളത് മാത്രമല്ല, അതതിൻ്റെ രണ്ടാം ഭാഗമാണ്. ഒന്നാം ഭാഗം എന്ന് പറയുന്നത് ഇതുപോലെ അനേകായിരങ്ങൾ ഇനി സഭയിലുണ്ടാകണം. ഈ മാതൃകയാണ് യഥാർത്ഥത്തിലുള്ള ക്രൈസ്തവ ജീവിതത്തിൻ്റെ മാതൃക എന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണത്. അപ്പോൾ മദർ തെരേസായെ ഉയർത്തിക്കാട്ടുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം മദർ തെരേസായുടെ മാധ്യസ്ഥതയിലൂടെ അനുഗ്രഹങ്ങൾ തേടാനും രോഗശാന്തി നേടാനും മാത്രമല്ല. അത് ഞാൻ പറഞ്ഞത് രണ്ടാം ഭാഗമാണ്. ഒന്നാം ഭാഗം എന്ന് പറയുന്നത് മദർ തെരേസായെപ്പോലെ ജീവിക്കാൻ സാധിക്കുക എന്നുള്ളതാണ്. എല്ലാം ഉപേക്ഷിച്ച് കർത്താവിൻ്റെ പിന്നാലെ പോകാൻ കഴിയുക. അതുപോലെ തന്നെ ആരോരുമില്ലാത്തവരിൽ, ആലംബഹീനരിൽ അവരുടെ മുഖത്ത് യേശുവിനെ കാണാൻ കഴിയുക. അങ്ങനെ അവർക്ക് ശുശ്രൂഷ ചെയ്യാൻ കഴിയുക. ഇത്തരത്തിലുള്ള അനേകായിരം മദർ തെരേസമാർ ഇനിയും നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാവേണ്ടിയിരിക്കുന്നു. ഇക്കാര്യം നമ്മൾ മറന്നു പോകരുത്. മദർ തെരേസായുടെ മൗലികതയിലേക്ക് വിരൽ ചൂണ്ടുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ഞാൻ എടുത്തു കാണിക്കാൻ ആഗ്രഹിക്കുകയാണ്. നോബൽ സമ്മാനം കിട്ടിയ ആ അവസരത്തിൽ അന്നവിടെ ഇതിനുവേണ്ടി ഉണ്ടായ സമ്മേളനത്തിൽ മദർ തെരേസ പങ്കെടുത്ത് പ്രസംഗിച്ചു. അത് കഴിഞ്ഞ് ഈ നോബൽ സമ്മാനത്തിൻ്റെ ആ കൊടുക്കൽ ചടങ്ങെല്ലാം കഴിഞ്ഞ് വളരെ വിഭവസമൃദ്ധമായൊരു സദ്യയുണ്ട്. അവിടെ ക്ഷണിതാക്കളായിട്ടുള്ള എല്ലാവർക്കും, ക്ഷണിതാക്കളായിരിക്കുന്നവർ ചെറിയ ആൾക്കാരൊന്നുമല്ല, ലോക നേതാക്കന്മാരാണ് പലപ്പോഴും, അതുപോലെ ആ മേഖലയിലുള്ള പ്രഗത്ഭരായ ആളുകൾ. അപ്പോൾ അവരുടെ എല്ലാം കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ കിട്ടുന്ന ഒരവസരമാണ്. പക്ഷേ മദർ തെരേസ ഒരു വ്യവസ്ഥ വെച്ചു, ഇതുപോലൊരു ഭക്ഷണം എൻ്റെ പാവപ്പെട്ടവർക്ക് കൊടുക്കണം, എങ്കിലേ ഞാനിതിനകത്ത് പങ്കെടുക്കുകയുള്ളൂ. അവരവരുടെ നിവൃത്തികേട് അറിയിച്ചു. അവർ പറഞ്ഞു എനിക്ക് വേണ്ട, ഞാൻ പോവുകയാണ്. ഇതാണ് ഈ മൗലികത എന്ന് പറയുന്നത്. നമുക്ക് ചില കാര്യങ്ങളോട് സന്ധിയില്ലാത്ത മൗലികത ആവശ്യം വരും. ഇവിടെ മദറിന് കിട്ടാമായിരുന്നൊരു പ്രശസ്തി, അല്ലെങ്കിൽ വലിയ ആളുകളുടെ കൂടെ, പ്രശസ്തരായവരുടെ കൂടെ, പ്രഗത്ഭരായവരുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുവാനുള്ള ആ ഒരു സാഹചര്യം അത് ഇല്ലായ്മ ചെയ്യുകയാണ് ചെയ്തത്. മദർ ചിന്തിച്ചത് എന്തായിരുന്നിരിക്കണം? ഇതിലും ഭേദം, അല്ലെങ്കിൽ
ഇതിങ്ങനെ ഇരുന്ന് കഴിക്കുന്നതിൽ അർത്ഥമില്ല. ഞാൻ എൻ്റെ മഹത്വമല്ല അന്വേഷിക്കുന്നത്, എന്നെ അയച്ചവൻ്റെ മഹത്വമാണ്. കർത്താവ് പറഞ്ഞതാണത്. ഞാൻ എൻ്റെ മഹത്വമല്ല അന്വേഷിക്കുന്നത്, എന്നെ അയച്ചവൻ്റെ മഹത്വമാണ്. അയച്ചവൻ്റെ മഹത്വം അന്വേഷിക്കുന്നത് അവനെപ്പോലെ ആയിത്തീർന്നുകൊണ്ടാണ്. അപ്പോൾ പിന്നെ എനിക്ക് ഈ സദ്യയിൽ പങ്കുചേരുന്നതിൽ ഒരു ഒന്നും തോന്നുന്നില്ല, എനിക്കതിന് വലിയ താല്പര്യമൊന്നുമില്ല എന്ന് പറഞ്ഞു പോകുന്ന മദർ തെരേസ. ഇങ്ങനെയുള്ള ആ ഒരു മദർ തെരേസയാണ് അനുകരിക്കാനായിട്ട് സഭ ആവശ്യപ്പെടുന്നത്. നമുക്കറിയാം, പലപ്പോഴും ആളുകൾ ഇങ്ങനെയുള്ള വലിയ നേതാക്കന്മാരുടെയൊക്കെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നതിൻ്റെയും അല്ലെങ്കിൽ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നതിൻ്റെയൊക്കെ ഫോട്ടോകൾ എടുത്തിങ്ങനെ വലിയ ഫ്രെയിം ചെയ്ത് വീട്ടിലൊക്കെ പ്രദർശിപ്പിക്കുന്നത് കാണാം. പലപ്പോഴും അവരുടെ മൊബൈലിൽ അത് കാണും. എല്ലാവരെയും എടുത്ത് കാണിക്കും, കണ്ടോ ഞാൻ അമേരിക്കൻ പ്രസിഡൻ്റ് കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന പടമാണ്. മദർ തെരേസായിക്ക് അതൊന്നൊരു പ്രശ്നമായിരുന്നില്ല. മദർ തെരേസായിക്ക് അത്തരം പ്രശസ്തികൾ താല്പര്യമുണ്ടായിരുന്നില്ല. ഇതാണ് പരിശുദ്ധ പിതാവ് പറയുന്ന ആ റാഡിക്കലിസം എന്ന് പറയുന്നത്, മൗലികത എന്ന് പറയുന്നത്, ആ അപാര ധൈര്യം എന്ന് പറയുന്നത്. ഈ ധൈര്യത്തിലേക്കാണ് നമ്മളെ ഓരോരുത്തരെയും വിളിക്കുന്നത്. തന്നെ പരിത്യജിക്കുക എന്ന് പറഞ്ഞാൽ ഈ മൗലികതയാണത്. അപ്പോൾ അത് സ്വായത്തമാക്കുക എന്നുള്ളതാണ് ക്രൈസ്തവ ശൈലി എന്ന് പറയുന്നത്. നമുക്കത് സാധിക്കുമ്പോൾ മാത്രമേ നമ്മൾ യഥാർത്ഥത്തിലുള്ള ക്രൈസ്തവരായിത്തീരുന്നുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് പേരിലായിരിക്കാൻ പറ്റും. ഇങ്ങനെ നമുക്ക് ഒരു കേവലം അനുഷ്ഠാനങ്ങളിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരു ക്രിസ്ത്യാനിയായിരിക്കാൻ പറ്റും. അതുകൊണ്ടൊന്നും നമുക്ക് ഈ ലോകത്തിൻ്റെ ചരിത്രത്തെ മാറ്റിമറിക്കാൻ കഴിയില്ല. മദർ തെരേസ നമുക്കറിയാം, ഈ ലോകത്തിൻ്റെ ചരിത്രത്തെ മാറ്റിമറിച്ചവളാണ്. ലോകം എന്നും അത് അനുസ്മരിക്കും. ഇതുപോലെ ഒരു വ്യക്തിയെ ഈ ലോകത്തിലെല്ലായിടത്തും ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അതുപോലെ മരിച്ചതിന് ശേഷവും ആദരിക്കുന്ന ഒരു വ്യക്തിയെ കണ്ടുമുട്ടാൻ എളുപ്പമല്ല. ലോക നേതാക്കന്മാർ പലപ്പോഴും അവർ ജീവിച്ചിരിക്കുമ്പോൾ ആദരിക്കപ്പെടുന്നു, പക്ഷേ മരിച്ചു കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ അവർ വിസ്മൃതിയിലാഴുന്നു. മദർ തെരേസ അങ്ങനെ ആയിരിക്കില്ല ഒരിക്കലും. നമുക്കറിയാം, അവർ ആ ചെറുപ്പകാലത്ത് ആരുമല്ലായിരുന്നു. പക്ഷേ ഇന്ന് ആ പ്രായമായ ആ അമ്മയെ നമ്മളെല്ലാവരും അനുസ്മരിക്കുന്നു. അമ്മയുടെ ആ കൃശഗാത്രം, ഇങ്ങനെ മുമ്പോട്ട് കുനിഞ്ഞ കൂനുള്ള ഒരു സ്ത്രീയുടെ ആ ചിത്രം, അത് നമ്മുടെ മനസ്സിൽ എന്നും നിറഞ്ഞു നിൽക്കും. അമ്മയുടെ ആ നീല ബോർഡറും അതുപോലെ വെള്ള സാരിയും അതെല്ലാം നമ്മുടെ മനസ്സിലെന്നും മായാതെ നിൽക്കും. ആ ഓർമ്മകൾ നിലനിർത്തുന്നതോടൊപ്പം നമ്മൾ ചിന്തിക്കണം, ഈ അമ്മയാണ് നമ്മൾ അനുകരിക്കാനായിട്ട് സഭ ആവശ്യപ്പെടുന്നത്, അല്ലെങ്കിൽ ക്രൈസ്തവ വിശ്വാസം ആവശ്യപ്പെടുന്നത്. അത്തരത്തിലുള്ള മൗലികവും ധൈര്യപൂർവമായ ഒരു ക്രൈസ്തവ ജീവിതം നമുക്കുണ്ടാകട്ടെ. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് മാതൃകയായിട്ട് ഞങ്ങളുടെ വിശ്വാസത്തിൻ്റെ മൗലികതയെയും മറ്റും എടുത്തു കാണിച്ചുകൊണ്ട് മദർ തെരേസായ ഞങ്ങൾക്ക് വലിയ മാതൃകയായി തന്നുവല്ലോ. കർത്താവേ, ആ അമ്മയുടെ മാതൃക പിൻചെന്ന് നിൻ്റെ വിശ്വാസത്തിൻ്റെ യഥാർത്ഥ സാക്ഷികളാകുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. പ്രത്യേകമായിട്ട് ഇന്ന് എന്നെ ശ്രവിക്കുന്ന, എന്നെ കാണുന്ന എല്ലാ സഹോദരങ്ങളെയും നിൻ്റെ കരങ്ങൾ സമർപ്പിക്കുന്നു. ഈ മാതൃക അവർക്കെല്ലാം എന്നും പ്രചോദനമാകട്ടെ. അങ്ങനെ നിൻ്റെ ഈ സഭ, ഞങ്ങളുടെ ഈ സമൂഹം എന്നും നിനക്ക് സാക്ഷ്യം വഹിക്കട്ടെ. ഞങ്ങൾ ഓരോരുത്തരും ഞങ്ങളിലേക്ക് അനേകായിരങ്ങളെ ആകർഷിക്കുന്ന വ്യക്തിത്വങ്ങളായി രൂപാന്തരപ്പെടട്ടെ. പരിശുദ്ധാത്മാവേ, നീ ഞങ്ങൾ ഇറങ്ങി വന്ന് നിറയണമേ. ഞങ്ങളതിനെ ശക്തിപ്പെടുത്തണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആമേൻ.